Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM 4 സെമസ്റ്റർ എക്സാംസിൽ നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിന്റെ അഡീഷണൽ പേപ്പർ ആണ് ബിസിനസ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ഇക്കോണമി. റെഗുലർ സ്റ്റുഡൻസിന് പ്രൊജക്ട് വിത്ത് വൈവി ആണെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിന് അഡീഷണൽ പേപ്പർ ആയിട്ടുള്ള ബിസിനസ് ട്രെൻഡ്സ് പ്ലസ് ജനറൽ വൈവി ആണ് വരുന്നത്. ജനറൽ വൈവ എക്സാമിന് ശേഷം യൂണിവേഴ്സിറ്റി സെപ്പറേറ്റ് വിളിക്കും. സോ ആ ഒരു സമയത്ത് അതിന് നിങ്ങൾ സമയം കൊടുത്താൽ മതി. സോ ജനറൽ വൈവ എങ്ങനെ അറ്റൻഡ് ചെയ്യുക എന്നുള്ള അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ നമ്മൾ ഇതിന് ശേഷം എക്സാമിന് ശേഷം ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ അതിനെ പറ്റിയിട്ട് ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ട് ഒരുപാട് ആശങ്കകൾ കുട്ടികൾക്കുണ്ട്. നമ്പർ 1, ഇത് എത്ര വെയിറ്റേജിൻ്റെ എക്സാമാണ്, എത്ര മണിക്കൂറിൻ്റെ എക്സാമാണ്, ദെൻ എത്ര പാസ്സാകാൻ വേണം, അതുപോലെ തന്നെ ഓരോ ചോദ്യങ്ങൾക്കും എത്രത്തോളം എഴുതണം, ഇങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. പിന്നെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ 2 വർഷത്തെ പ്രീവിയസ് ഇയർ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ലഭിക്കും. ഓക്കെ, വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ഗൂഗിൾ മീറ്റിലൂടെ കൊടുക്കുന്നു. അതിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുകൾ അത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ദെൻ MCOMന് ശേഷം നെറ്റ് എഴുതി അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് നെറ്റിന്റെ കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിനെ പറ്റിയിട്ട് അറിയാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് വാട്സപ്പ് നമ്പറിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് ഇതാണ്, എമർജിങ് ബിസിനസ് ഇൻ ഇന്ത്യൻ ഇക്കോണമി. ഇതായിരുന്നു ഇതിന് ആദ്യത്തെ പേര്. ഇപ്പം അത് മാറ്റി ബിസിനസ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ഇക്കോണമി എന്നാക്കി. സോ ഈ ഒരു സബ്ജക്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ 2024 ഇതാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ടോട്ടൽ വരുന്നത് 18 വെയിറ്റേജ് ആണ്. 2 മണിക്കൂറിന്റെ എക്സാം ആണ്. 10 ചോദ്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. ഒരു ചോദ്യത്തിന് 3 വെയിറ്റേജ്. ദെൻ ഏതെങ്കിലും 6 ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യണം. ഇതാണ് നമ്മുടെ പാറ്റേൺ. സോ ഇതിൽ എത്ര പാസ്സാകാൻ വേണം, ഇതാണ് കുട്ടികൾക്ക് നെക്സ്റ്റ് അറിയേണ്ടത്. ഇപ്പം നമുക്കറിയാം, യൂഷ്വലി നിങ്ങളുടെ എല്ലാ പേപ്പറും എന്ന് പറയുന്നത് 30 വെയിറ്റേജിന്റെ എക്സാം ആണ്. 30 വെയിറ്റേജ് എന്ന് പറയുമ്പോൾ അതിന് ടോട്ടൽ ഗ്രേഡ് പോയിന്റ് 150 ആണ്. ഗ്രേഡ് പോയിന്റ് ആണ്, മനസ്സിലാവുണ്ടോ? 30 × 5 ടോട്ടൽ ഗ്രേഡ് പോയിന്റ് എന്ന് പറയുന്നത് 150 ആണ്. ദെൻ ഈ 150 ഗ്രേഡ് പോയിന്റിൽ നിങ്ങൾക്ക് പാസ്സാകാൻ അതിൻ്റെ 40% എന്ന് പറയുമ്പോൾ 60 ഗ്രേഡ് പോയിന്റ് ആണ് വേണ്ടേ, 60 ഗ്രേഡ് പോയിന്റ് ആണ് വേണ്ടേ. ഇവിടെ 18 വെയിറ്റേജ് എന്ന് പറയുമ്പോൾ 90 ഗ്രേഡ് പോയിന്റ് ആണ്. സോ 90 ഗ്രേഡ് പോയിന്റ് 40% എന്ന് പറയുമ്പോൾ 36 ഗ്രേഡ് പോയിന്റ് ആണ് പാസ്സാകാൻ വേണ്ടത്. എത്രയാണ്? 36 ഗ്രേഡ് പോയിന്റ്. ഈ ഒരു എക്സാമിന് ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. 36 ഗ്രേഡ് പോയിന്റ്. അപ്പോൾ ഒരു ചോദ്യത്തിന് 3 വെയിറ്റേജ് ആണ്. 3 വെയിറ്റേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് എഴുതി ഫുൾ മാർക്ക് ലഭിക്കുകയാണെങ്കിൽ 15 ഗ്രേഡ് പോയിന്റ് ആണ് കിട്ടുക. ഇപ്പം നിങ്ങൾക്ക് 3 ആൻസർ ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും? 15 × 3 45 ഗ്രേഡ് പോയിന്റ് കിട്ടും. നമുക്ക് ജയിക്കാൻ ആ കൂടി 36 മതി. ഇതിലേതെങ്കിലും 6 ആൻസർ ആണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ 6 നിങ്ങൾ അറ്റൻഡ് ചെയ്ത് എല്ലാത്തിനും ഒരു ആവറേജ് മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റും. ഓക്കെ, അപ്പം ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലൊരു കഥ. അപ്പോൾ ടോട്ടല് 4 മൊഡ്യൂളാണ് ഉള്ളത്. ഇതിന് സ്റ്റഡി മെറ്റീരിയൽ മാത്രമേ പഠിക്കാനുള്ളൂ, ടെക്സ്റ്റ് ബുക്ക് ഒന്നുമില്ല. ഇത് തന്നെ പഠിച്ചാൽ മതി. ഡയറക്റ്റ് ചോദ്യങ്ങളാണ് മെജോറിറ്റി വരെ. ചില സമയത്ത് മാത്രം ഏതെങ്കിലും ഇൻഡയറക്റ്റ് ചോദ്യങ്ങൾ വരും. പിന്നെ കുറച്ചും കൂടി ലിബറൽ സമീപനമാണ് അഡീഷണൽ പേപ്പർ ആയതുകൊണ്ട് തന്നെ ഇത് വരാറ്. വലിച്ചു വാരി വായിക്കാനുള്ളതുണ്ട്. അപ്പോൾ കൺസെപ്റ്റ് മനസ്സിലാക്കി ഓൺ വേർഡ്സിൽ പ്രസന്റ് ചെയ്താൽ സ്കോർ ചെയ്യാൻ സാധിക്കും. 4 മൊഡ്യൂൾ കാണാൻ സാധിക്കും നിങ്ങൾക്ക്. ആദ്യം തന്നെ മൊഡ്യൂൾ നമ്പർ 1 ഇന്ത്യൻ ഇക്കോണമി, ബിസിനസ് പെർസ്പെക്റ്റീവ്. ദെൻ ഫോറിൻ ട്രേഡ് ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെന്റ്, പിന്നെ ബിസിനസ് സസ്റ്റൈനബിലിറ്റി ഇൻ ഇന്ത്യ, ആൻഡ് ഫൈനലി ലാസ്റ്റ് മൊഡ്യൂള് ബിസിനസ് ഇൻ 21st സെഞ്ചുറി. മിക്ക പേപ്പറുകളിലും ആദ്യത്തെ 2 മൊഡ്യൂളിൽ നിന്ന്, ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഒരു 3 ചോദ്യം, സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് ഒരു 3 ചോദ്യം, ദെൻ ലാസ്റ്റ് 2 മൊഡ്യൂളിൽ നിന്ന് 2 ചോദ്യങ്ങൾ വീതം, ഇങ്ങനെയാണ് കണ്ടുവരാറ്. ഇപ്പം നിങ്ങൾ ആദ്യത്തെ 2 മൊഡ്യൂൾ തന്നെ പഠിച്ചാൽ ഇപ്പോൾ 6 ക്വസ്റ്റ്യൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്.
ഓക്കെ, നോക്കുകയാണെങ്കിൽ ഡെപ്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തിയറി പല ടോപ്പിക്കുകൾ നമ്മൾ ഇതിനേക്കാൾ മുമ്പൊക്കെ പല സബ്ജക്റ്റുകളിലും പഠിച്ച് കണ്ടിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു സമയം മെനക്കെട്ടാ പഠിച്ച് അവസാനിപ്പിക്കാൻ പറ്റും. പക്ഷെ ഒരുപാട് വായിക്കാറുണ്ട്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കുറച്ചും കൂടി ലഭിക്കും. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പേപ്പർ ഇതാണ്. അതിലെ 10 ചോദ്യങ്ങൾ വന്നത് നോക്കി. അതിന് തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്ത്യൻ ഇക്കോണമി ഈസി ചോദ്യമായിരുന്നു. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദി ബിസിനസ്. വാട്ട് ആർ ദി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദി ബിസിനസ്? ദെൻ ഡിസ്കസ് ദി റോൾ ഓഫ് പബ്ലിക് സെക്ടർ ഇൻ ഇക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് അവർ കൺട്രി. Then narrate the social responsibility practice of Indian companies. Technology influence the business. How the technology influence the business. Impact of service sector on the economic development. What are the initiatives for women entrepreneurs in India? ഇതൊക്കെ കേട്ടിട്ടുള്ളതല്ലേ? What do you know about the special economic zone? Influence of LPG on business. Liberalization, privatization, globalization. What are the challenges of inclusive growth? ഇതാണ് സംഭവം. അപ്പോൾ ഇതിൽ നിന്നൊരു 6 ചോദ്യം. പിന്നെ നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള ഇതുണ്ട്. 5 വെയിറ്റേജിന് MCQ ക്വസ്റ്റ്യൻസ് ഉണ്ട് ആസ് യൂഷ്വൽ. അത് നിങ്ങൾ പിന്നെ MCQ നോക്കിയാൽ മതി. ഇപ്പോൾ അത് FDA എന്താണത്, അതൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നതായിരുന്ന ചോദ്യങ്ങൾ കേട്ടോ. ഓക്കെ, MCQൻ്റെ ചോദ്യങ്ങൾ. അതിപ്പോൾ നിങ്ങൾ ആസ് യൂഷ്വൽ MCQ നോക്കി പോവാ. MCQ ഇവിടെ ഒരു 20 ചോദ്യങ്ങൾ. ഓക്കെ, ഇതാണ് ഉണ്ടായിരുന്നത്. 2022 ഒരു പേപ്പറും കൂടി എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ കാണിക്കാൻ ഇതാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിലും 10 ചോദ്യങ്ങൾ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് MSME ആദ്യത്തെ ഒരു ചോദ്യം. MSME റിപ്പീറ്റ് ആയിട്ട് വരാറുണ്ട്. ചലഞ്ചസ് ഓഫ് ഫോറിൻ ട്രേഡ്. റോൾ ഓഫ് സർവീസ് സെക്ടർ ഇൻ ഇക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് അവർ കൺട്രി. ചലഞ്ചസ് ഓഫ് ഡിമോണിറ്റൈസേഷൻ. സ്റ്റാർട്ടപ്പ് ഇൻഫ്ലുവൻസ് ദി ഇക്കണോമിക് ഡെവലപ്മെന്റ്. Then impact of financial inclusion on the economic development. Initiative for women entrepreneurs in India. Special economic zone. Influence of foreign trade. Influence of FDI in India. അപ്പോൾ ഇങ്ങനത്തെ കോമൺ ചോദ്യങ്ങളാണ് നമുക്ക് മിക്ക പേപ്പറിലും കണ്ടുവരാറ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ സംശയങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. എങ്ങനെ പഠിക്കണം ഞാൻ പറഞ്ഞു. 4 മൊഡ്യൂളിൽ ചിലപ്പോൾ 2 മൊഡ്യൂളിൽ തന്നെ നിങ്ങൾക്ക് മിക്കതും ചോദ്യങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ബേസിക് ചോദ്യങ്ങളിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. അതാണ്ട് ബുക്കിൽ ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. പക്ക ബേസ് നോക്കുക, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ പഠിക്കുമ്പോൾ അങ്ങനെ നോക്കുക. പിന്നെ 3 വെയിറ്റേജ് എന്ന് പറയുമ്പോൾ ഷോർട്ടേജ് ചോദ്യങ്ങളാണ്. നിങ്ങൾ 2 വെയിറ്റേജ് 3 വെയിറ്റേജ് എഴുതുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഷോർട്ടേജ് ചോദ്യങ്ങൾ എങ്ങനെയാണ് ആൻസർ ചെയ്യുക, അതുപോലെ തന്നെ ചെയ്യാം. ഇതൊക്കെയാണ് ഈ ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ട് ഓവറോൾ പറയാനുള്ള ഒരു കാര്യം. പഠിക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും പറയുന്നു, വലിച്ചു വാരി പഠിക്കരുത്. ബുക്കിൽ നോക്കിയാണെങ്കിൽ വലിച്ചു വാരിയിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. ബേസ് നോക്കാം. ഞാൻ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും കൂടിയും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ പഠിക്കാനുള്ള ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഓക്കെ, സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.